So today we are going to solve the exercise problems. So exercise set 1.1 the Ryan's room in the picture ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇത് x axis and this one is the y axis and the point O is the origin. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിനെ റെഫർ ചെയ്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് D1 R1 represent the door to Ryan's room. അപ്പൊ ഈ റൂമിന്റെ ഡോർ ആണ് ഈ D1 R1 റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഹൗ ഫാർ ഇസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വോൾ, അതായത് ഈ y ആക്സിസിൽ നിന്നും ഈ ഡോർ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്നാണ്. y ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് ഒറിജിൻ ആണ്, 0 ആണ് അവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്? ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 8 യൂണിറ്റ് അല്ലെ. ഈ പോയിന്റ് എന്ന് പറയുന്നത് 8 ആണ്. സോ D1 ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 8 യൂണിറ്റ് ഫ്രം ദി y ആക്സിസ്. y ആക്സിസിൽ നിന്നും 8 യൂണിറ്റ് ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫാർ ഈസ് ദ ഡോർ ഫ്രം ദ x ആക്സിസ്. x ആക്സിസിൽ നിന്നും എത്ര ദൂരെയാണ്? ദാറ്റ് ഡോർ ഈസ് ലൈ ഓൺ ദ x ആക്സിസ്. അപ്പൊ പിന്നെ അതിന്റെ ഡിസ്റ്റൻസ് ഉണ്ടോ? x ആക്സിസിൽ തന്നെയാണ് അത് ലൈ ചെയ്യുന്നത്. സോ ദ ഡിസ്റ്റൻസ് ഇസ് 0 unit. Now the second question is, what are the coordinates of D1? ഈ D1 ന്റെ കോർഡിനേറ്റ്സ് എഴുതാനാണ് പറയുന്നത്. D1 is on the x axis. അപ്പൊ അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ആൻഡ് x ആക്സിസിലുള്ളതിന്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. So the coordinates are 8, 0. Now the third question, if R1 is the point 11.5, 0, how wide is the door? Do you think this is a comfortable width for the room door? If a person in a wheelchair want to enter the room, will he or she be able to do so easily? So D1 കഴിഞ്ഞ് D1 R1 ആണ് ഡോറ്. R1 ന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 11.5, 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡോറിന്റെ വിഡ്ത്ത് എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ D1 ന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതി 8, 0 ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് 8 ആണ്. ഇതെന്ന് പറയുന്നത് 11.5 ആണ്. സോ ദ വിഡ്ത്ത് ഓഫ് ദി ഡോർ ഇസ് 11.5 മൈനസ് 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5. 3.5 യൂണിറ്റ്സ് ആണ് വിഡ്ത്ത് ഓഫ് ദി ഡോർ. അപ്പൊ 1 യൂണിറ്റിനെ നമുക്ക് 1 ഫീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ the width of the door can be calculated as 3.5 feet. 3.5 feet ആണ് ആ ഒരു ഡോറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡോറിന്റെ ഒക്കെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 to 3 feet ആണ്. 3.5 feet എന്ന് പറയുമ്പോൾ നോർമലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ബിഗ് ആണ്. സോ ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട് ടു എൻ്റർ ദ റൂം, he or she can easily be enter the room. അപ്പൊ ഒരു വീൽ ചെയറിൽ ഉള്ള ഒരാൾക്ക് പോലും ഈസി ആയിട്ട് ആ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന അത്രയും വിഡ്ത്ത് ഉള്ള ഒരു ഡോറാണ് അത്. The fourth question, if B1 is 0, 1.5 and B2 is 0, 4, represent the ends of the bathroom door. Is the bathroom door narrower or wider than the room door? ഈ B1 B2 എന്ന് പറഞ്ഞിരിക്കുന്നത് ബാത്റൂം ഡോർ ആണ്. B1 ന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 0, 1.5 ആണ് B1 ആൻഡ് B2 0, 4 ആണ്. ഇതിന്റെ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് 1.5 നിൽക്കുകയാണ്, ഇത് 4 നിൽക്കുകയാണ്. സോ ദ വിഡ്ത്ത് ഇസ് 4 മൈനസ് 1.5. 4 മൈനസ് 1.5 is equal to 2.5 unit. If we consider the 1 unit as 1 feet, that is same as 2.5 feet ആണ്. അതാണ് ബാത്റൂം ഡോറിന്റെ വിഡ്ത്ത് വരുന്നത്. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ, ഇസ് ദ ബാത്റൂം ഡോർ നാരോവർ ഓർ വൈഡർ ദാൻ ദ റൂം ഡോർ? റൂം ഡോർ നമുക്ക് കിട്ടിയത് 3.5 feet ആണ്. ബാത്റൂം ഡോർ കിട്ടിയേക്കുന്നത് 2.5 feet ആണ്. 2.5 എന്ന് പറയുന്നത് 3.5നേക്കാളും ലെസ് ആണ് അല്ലേ. സോ ദ ബാത്റൂം ഡോർ ഇസ് നാരോവർ ദാൻ ദ റൂം ഡോർ. നൗ എക്സസൈസ് സെറ്റ് 1.2. ഇവിടെ ഒരു ബെഡ്റൂമിന്റെയും ഒരു ബാത്റൂമിന്റെയും പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. And the first question is, place Ryan's rectangular study table with 3 of its feet at the points 8, 9, 11, 9, 11, 7.
ഒരു റെക്ടാങ്കുലർ സ്റ്റഡി ടേബിൾ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ 3 പോയിന്റ്സ് മാത്രമേ ഇവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. 3 പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ആ 4th പോയിന്റും കിട്ടും. Okay, so first we need to mark these points. First one is 8,9. 8,9 x ആക്സിസിൽ 8 ആണ്. ഇതാണ് x ആക്സിസിൽ 8 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും 8 വരുന്നത്. Then y ആക്സിസ് it is 9. So y ൽ 9 എന്ന് പറയുന്നത് ഈ ലൈൻ ആണ്. So 8,9 is this point. This point is 8,9. Now 11,9. 11 എന്ന് പറയുമ്പോൾ x ആക്സിസിൽ 11 ആണ്. അപ്പൊ ഇവിടെ വരും. So 11,9 is this point. And 11,7. Same x ആക്സിസിൽ 11 തന്നെ. And y ആക്സിസിൽ 7. This is that point. 11,7. Okay. So this is 8,9. 11,9. And this one is 11,7. So what will be the coordinate of this point? ഒരു റെക്ടാങ്കുലർ ആകുമ്പോൾ അതിന്റെ 4th കോർഡിനേറ്റ് വരുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ? കറക്റ്റ് ഈ ലെങ്തിന് നേർക്കും ഈ പോയിന്റിന് നേർക്കും ആയിരിക്കും 4th കോർണർ വരുന്നത്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് എന്ത് വരും? ഇത് എന്ന് പറയുന്നത് y ആക്സിസിൽ 7 ആണ് and x ആക്സിസിൽ 8 ആണ്. So 8,7 is the 4th foot of the table. 4th foot വരുന്നത് 8,7 ആണ്. ഇതാണ് ആ റെക്ടാങ്കുലർ ടേബിൾ and the 4th foot is 8,7. Now, is this a good spot for the table? ഈ ടേബിൾ ഇടാനായിട്ട് ഇതൊരു ഗുഡ് സ്പോട്ട് ആണല്ലേ? ഡോറിന്റെ അടുത്തൊന്നും അല്ല. ഇവിടെ ഒക്കെ സ്പേസും ഉണ്ട്. So this is a good spot for the table. Then what is the width of the table and the length of the table? Can you make out the height of the table? Now we need to find the length and width of this table. ഇവിടെ x കോർഡിനേറ്റ് 8 ആണ്, ഇവിടെ x കോർഡിനേറ്റ് 11 ആണ്. 7 അതിന് മാറ്റമില്ല. x കോർഡിനേറ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അത് എന്തുമാത്രം ചേഞ്ച് ചെയ്തു? 11 minus 8, that is 3 unit. 3 യൂണിറ്റ് ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് വിഡ്ത്ത് ഇസ് ഇവിടെ y equal to 7 ആണ്, ഇവിടെ y equal to 9 ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 9 minus 7, that is 2 unit is the width. ലെങ്ത് എന്ന് പറയുന്നത് 3 യൂണിറ്റും വിഡ്ത്ത് എന്ന് പറയുന്നത് 2 യൂണിറ്റും ആണ്. നമുക്കിനി അടുത്ത ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇതൊരു 2D പിക്ചർ ആണ്. ടോപ്പ് പോർഷൻ മാത്രമേ നമുക്ക് അതിന്റെ മെഷർമെന്റ് അറിയാവൂ. അതല്ലാതെ ലെങ്ത് എത്രയാണെന്ന് ഇതിൽ നിന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. Now the next question. If the bathroom door has a hinge at B1 and opens into the bedroom, will it hit the wardrobe? Are there any changes you would suggest if the door is made wider? ഇവിടെ ബാത്റൂം ഡോർ ആണ് B1 B2 തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഹിഞ്ചസ് ഇവിടെയാണത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, B1 എന്ന് പറയുന്ന പോയിന്റ്. ആൻഡ് ഇറ്റ് ഓപ്പൺസ് ടു ദ ബെഡ്റൂം. ഇങ്ങനെ ബെഡ്റൂമിലേക്കാണ് അതിന്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡോറ് വന്ന് ഈ വാർഡ്രോബിൽ ടച്ച് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദി ബാത്റൂം ഡോർ. ബാത്റൂം ഡോറിന്റെ കോർഡിനേറ്റ്സ് തന്നേക്കുന്നത് B1 1.5 ആണ് അല്ലെ? അതായത് y കോർഡിനേറ്റ് ആയതുകൊണ്ട് അവിടെ x 0 ആയിരിക്കും. ആൻഡ് 1.5 and B2 is given as B2 is at 4 ആണ്. that is 0,4. അപ്പൊ ആ ഡോറിന്റെ വിഡ്ത്ത് എന്ത് വരും? വിഡ്ത്ത് ഓഫ് ദി ഡോർ is 4 minus 1.5, that is 2.5 feet or 2.5 units ആണ് ആ ഡോറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ B1ലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ 2 വിഡ്ത്ത് ഉള്ള ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വരുന്നത് എങ്ങനെയാണ്? ഒരു സർക്കുലർ മോഷൻ ആയിരിക്കും അല്ലെ? ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഈ B1ൽ നിന്നും ഈ ഒരു രീതിയിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ആ ഒരു സർക്കുലർ മോഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ആ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദ റേഡിയസ് ഈസ് സെയിം ആസ് 2.5 യൂണിറ്റ് ആയിരിക്കും. ബാത്റൂം ഡോറിന്റെ അല്ലെങ്കിൽ ഈ വോളും ഈ വാർഡ്രോബിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആണ്. ആൻഡ് ദ ഡോർ ഈസ് ഓൺലി 2.5 യൂണിറ്റ്സ്. അപ്പോൾ
ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വാർഡ്രോബിൽ അത് വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്, ടച്ച് ചെയ്യില്ല. ഓക്കെ, ബാത്റൂമിന്റെ ഡോറ് ഈ വാർഡ്രോബിൽ വന്ന് ടച്ച് ചെയ്യില്ല. സോ ഇഫ് വി ഇൻക്രീസ് ദ ബിഡ്ത്ത് ഓഫ് ദ ഡോർ, ഈ ഡോറിന്റെ ബിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹിറ്റ് ദ വാർഡ്രോബ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡോറ് ബാത്റൂമിനകത്തേക്ക് തുറക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, now the third question, look at Rayan's bathroom. What are the coordinates of the four corners O, F, R and P of the bathroom? Blue കളറിൽ കൊടുത്തേക്കുന്നത് ഒരു ബാത്റൂം ഏരിയ ആണ്. And the four corners are O, F, R and P are the four corners of that bathroom. Now we need to write the coordinates. O എന്ന് പറയുന്നത് origin ആണ്, and the coordinates are given as 0,0. Then what is the coordinate of this F? F is on the y-axis, so its x coordinate is 0 and the y coordinate is 9. So 0,9 is the coordinates of F. Now the coordinates of R, the x coordinate of R is -6 and the y coordinate is 9. So -6,9 is the coordinate of R. Now the coordinates of P, P is on the x-axis, so its y coordinate is 0 and its point is -6. So -6,0 is the coordinate of this point. അങ്ങനെയാണ് ഈ 4 corner O, F, R and P. Now the next question, what is the shape of the showering area SHWR in Rayan's bathroom? The coordinates of the four corners. ഇവിടെ ഒരു ബാത്റൂം ഏരിയ കൊടുത്തിട്ടുണ്ട്, SHWR. We need to write the coordinates of that points also. S എന്ന് പറയുന്നത് ഇതിന്റെ x കോർഡിനേറ്റ് വരുന്നത് -6 ആണ് and the y coordinate is 6. So -6,6 is the coordinate of S. And H, ഇതിന്റെ x കോർഡിനേറ്റ് വരുന്നത് -3 ആണ്, -3, and y coordinate is same as 6. -3,6 is the coordinate of that point. Now W, its x coordinate is given as -2 and the y coordinate is given as 9. So -2,9 is the coordinates of W. R ൻ്റെത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, -6,9. ഫോർ കോർണേഴ്സിന്റെയും കോർഡിനേറ്റ്സ് ആയി -6,6, -3,6, -2,9 and 6,9, and that is in the shape of a trapezium. Mark off a 3/2 feet space for the wash basin and a 2/3 space for the toilet and write the coordinate of the corners of these spaces. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, അവിടെ നമ്മളൊരു 3/2 feet സ്പേസ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഓൾറെഡി ഇത് 2 feet വന്നിട്ടുണ്ട്. Now we need to put a 3 feet. 1, 2, 3. So that is the area. 3/2 feet. ഈ ഒരു പോയിന്റിന് ഒരു പേര് കൊടുത്താൽ LMN. Now we need to write the coordinates of that points, L, M and N. Then P യുടെ coordinates already നമ്മൾ എഴുതിയിട്ടുണ്ട്, -6, 0. What are the coordinates of N? N is on the x-axis, so its y coordinate is 0 and the x point is -3. So -3,0 is the point of N. Now the coordinates of M, x coordinate is -3 and the y coordinate is 2. -3,2 is the coordinates of M. And L, x coordinate is -6 and y coordinate is same as that of M, that is 2. -6,2. Now we need a 2/3 feet for this toilet space. ഇവിടെ ഇത് already 2 feet ഉണ്ട്. Now we need to take a 3 feet like this. 1, 2, 3. So this is the bathroom area. അതിനൊരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ L ഓൾറെഡി ഉണ്ട്,
So we can give the points T, U and V. Now we need to write the coordinates of that points. Now ഈ കോർണറിന്റെ കോർഡിനേറ്റ്സ് ഓൾറെഡി എഴുതിയിട്ടുണ്ട് -6, 2. Now what is the coordinate of this T? ടിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -4 ആണ്. -4, y coordinate is same as that of 2. -4, 2. And the coordinates of U, x coordinate is -4 and y coordinate is 5. -4, 5. And the coordinates of V, x coordinate is -6, y coordinate is 5. -6, 5. So that are the coordinates of the corner points of that toilet area. Now the fourth question, other rooms in the house. Ryan's room door leads from the dining room, which has the length of 18 feet and width 15 feet. The length of the dining room extends from P to point A. Sketch the dining room and mark the coordinates of its corners. So, ഈ റയാന്റെ ബെഡ്റൂം എന്ന് പറയുന്നത് ഡൈനിങ് റൂമിൽ നിന്നാണ് ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്, വിച്ച് ഹാസ് എ ലെങ്ത് ഓഫ് 18 feet and a width of 15 feet. അപ്പൊ ഇവിടെ ഈ ലെങ്ത് തന്നിരിക്കുന്നത്, ഇവിടെ പോസിറ്റീവ് സൈഡ് 12 ഉണ്ട്, നെഗറ്റീവ് സൈഡ് 6 ഉണ്ട്. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ ആ ഡൈനിങ് റൂമിന്റെയും ടോട്ടൽ ലെങ്ത് 18 ആണ്. വി നീഡ് ടു ടേക്ക് എ വിഡ്ത്ത് ഓഫ് 15. അപ്പൊ ഇവിടെ നിന്ന് താഴേക്ക് ഒരു 15 യൂണിറ്റ്സ് നമ്മൾ നെഗറ്റീവ് വൈ ആക്സിസ് കൊടുക്കുക, 0 to -15 വരെയും കൂടെ മാർക്ക് ചെയ്യണം. ഒരു 18 feet and 15 feet വരുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് റൂം ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഓൾറെഡി 18 feet ആണ്. സോ വിഡ്ത്ത് നമ്മളൊരു 15 feet ആയിട്ടുള്ള ഒരു റൂം, അതായത് നെഗറ്റീവ് വൈ ആക്സിസ് 15 വരെ മാർക്ക് ചെയ്യുന്നു. Now this is the dining room, that is length is 18 feet and width is 15 feet. Now we need to mark the coordinates of its corners. അപ്പൊ അതിന്റെ കോർണർ എന്ന് പറയുന്നത് ഈ വരുന്ന രണ്ട് കോർണറും കോമൺ ടു ദ ബെഡ്റൂം ആണ്. അപ്പൊ അത് നേരത്തെ നമ്മൾ എഴുതിയ -6, 0 12, 0 ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. 12, 0 ആണ് അവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എൻ പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് കോർഡിനേറ്റ് ഈസ് -6 and y coordinate is -15. So -6, -15 is the coordinates of that point, and this coordinate is 12, -15. 12, -15 is the coordinate of that point. Now the next question, we need to place a 5x3 rectangular dining table precisely in the center of the dining room, and we need to write down the coordinates of the feet of the table. So ഈ ഡൈനിങ് റൂമിന്റെ സെന്റർ പോർഷനിലായിട്ട് ഒരു 5x3 മെഷർമെന്റ് വരുന്ന ഒരു ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സെന്ററിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ സെന്റർ ഓഫ് ദിസ് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമിന്റെ സെന്റർ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് -60 to 12, 0 വരെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ സെന്റർ പോയിന്റ് എന്ത് വരും? -6 to 12 വരെയാണ് എക്സ് വേരി ചെയ്യുന്നത്. സോ ദ സെൻട്രൽ ഈസ് -6 plus 12 divided by 2. That is 6/2, that is 3. X coordinate എന്ന് പറയുന്നത് 3 ആണ്. And y coordinate, y changes from 0 to -15 ആണ്. 0 plus -15 divided by 2, that is equal to -7.5. 3, -7.5 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും ഈ ഒരു ഡൈനിങ് റൂമിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെവിടെ വരും? 3. എക്സ് കോർഡിനേറ്റിൽ 3 ആൻഡ് വൈ കോർഡിനേറ്റിൽ 7.5. എക്സ് ഇവിടെ ആയിട്ടായിരിക്കും ആ ഒരു പോയിന്റ് വരുന്നത്. സെൻട്രൽ പോയിന്റ് ഓഫ് ദിസ് ഡൈനിങ് റൂം 3, -7.5. ഇത് സെൻട്രൽ പോർഷൻ ആണ്. ഇവിടെ നിന്ന് ഈക്വൽ വിഡ്ത്തും ലെങ്തും വരുന്ന രീതിയിൽ ഒരു ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്താൽ ദാറ്റ് ഡൈനിങ് ടേബിൾ ഈസ് ഓൺ ദ സെന്റർ ഓഫ് ദാറ്റ് ഡൈനിങ് റൂം. നമുക്ക് വേണ്ടുന്നത് 5/3 മെഷർമെന്റ് ഉള്ളതാണ്, അതായത് 5 ലെങ്തും 3 വിഡ്ത്തും. ടോട്ടൽ 5 ആണ് ലെങ്ത്. അപ്പൊ ഈ സെൻട്രൽ പോർഷനിൽ നിന്നും ഹാഫ്
ലെങ്ത് ഇങ്ങോട്ടും ഹാഫ് ലെങ്ത് ഇങ്ങോട്ടും വരുന്ന രീതി. ടോട്ടൽ ലെങ്ത് 5 ആണ്. 5ന്റെ ഹാഫ് എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പൊ ഈ 3യിൽ നിന്നും 2.5 പ്ലസ് ചെയ്തുള്ള ഒരു പോയിന്റും കണ്ടുപിടിക്കണം, 2.5 മൈനസ് ചെയ്തുള്ള പോയിന്റും കണ്ടുപിടിക്കണം. അതായിരിക്കും അതിന്റെ ആ ഡൈനിങ് ടേബിളിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 3 പ്ലസ് 2.5 വരുന്ന ഒരു പോയിന്റും 3 മൈനസ് 2.5. 3 പ്ലസ് 2.5 വരുന്ന രണ്ട് പോയിന്റ് വേണം. അവിടെ രണ്ടിടത്തും y കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. 3 പ്ലസ് 2.5 then 3 മൈനസ് 2.5. ടോട്ടൽ 4 കോർണേഴ്സ് അല്ലേ ഉള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള 4 പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ലെങ്ത് ടോട്ടൽ 5 ആയതുകൊണ്ട് ഈ സെൻട്രൽ പോയിന്റിൽ നിന്നും ഹാഫ് ഓഫ് ദി ലെങ്ത് മൈനസ് ചെയ്യണം, ഹാഫ് ഓഫ് ദി ലെങ്ത് പ്ലസ് ചെയ്യണം. ഇനി അതേ രീതിയിൽ നമുക്കിനി വിഡ്ത്ത് ടോട്ടൽ 3 ആണ്. 3യുടെ ഹാഫ് 1.5. 1.5 അപ്വേർഡും എടുക്കണം, 1.5 ഡൗൺവേർഡ്സും എടുക്കണം. അതായത് y കോർഡിനേറ്റ് എന്ന് പറയുന്നത് -7.5 ആണ്. -7.5ന്റെ കൂടെ 1.5 ആഡ് ചെയ്ത് വരുന്ന രീതിയിലുള്ള മെഷർമെന്റും കണ്ടുപിടിക്കണം, 1.5 സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള മെഷർമെന്റും കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് -7.5 plus 1.5 and -7.5 minus 1.5. അപ്പോഴാണ് നമുക്ക് ആ 4 കോർണർ കിട്ടുന്നത്. അതായത് സെൻട്രൽ പോർഷൻ ഇതാണ്. അവിടെ നിന്ന് 2.5 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 plus 2.5 is 5.5. ഒരു എക്സ് കോർഡിനേറ്റ് 5.5 ആണ്. y കോർഡിനേറ്റ് എന്ത് വരും? അതായത് ഇവിടെ -7.5 ആണ്. അതിന്റെ കൂടെ ഒരു 1.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we got 6. So 5.5, 6 is one coordinate. 5.5 എന്ന് പറയുന്നത് എവിടെ വരും? ഇതാണ് 5. 5.5 is here. 5.5, -6. ഏകദേശം ഇവിടെ ആയിട്ട് വരും ആ ഒരു കോർണർ എന്ന് പറയുന്നത്. 5.5, -6. ഓക്കെ, അതേ 5.5ൽ തന്നെ ഇങ്ങോട്ട് ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. അതാണ് -7.5 മൈനസ് 1.5. -1.5 ചെയ്യുമ്പോൾ എത്ര വരും? 9 വരും. അപ്പൊ 5.5, -9 is another point. -6 and -9. 5.5, -9 എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ്. ഇവിടെയാണ് ഒരു കോർണർ വരുന്നത്. 5.5, -9. അപ്പോ ഈ സൈഡിലേക്കുള്ള രണ്ട് കോർണർ കിട്ടി. ഇനി ഈ സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ലെങ്തിൽ നിന്നും 2.5 മൈനസ് ചെയ്യണം. 3 മൈനസ് 2.5 is 0.5. അവിടെയും y കോർഡിനേറ്റ് -6 താഴെ -9 ആണ്. 0.5, -6 and 0.5, -9 are the 2 points. 0.5 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും 0.5, -6 and 0.5, -9. അപ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും ആ ഒരു ടേബിൾ പ്ലേസ് ചെയ്യുന്നത്. ഡൈനിങ് റൂമിന്റെ സെൻട്രൽ പോർഷൻ ആയിട്ട് വരും. ഇതാണ് കറക്റ്റ് സെൻട്രൽ പോയിന്റ് കിട്ടിയത്. ആ കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ നിന്നും ലെങ്ത്തിന്റെ ഹാഫ് ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അതേ രീതിയിൽ തന്നെ വിഡ്ത്തിന്റെ ഹാഫ് ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഈ 4 കോർണർ പോയിന്റ്സ് കിട്ടുന്നത്. സോ വി ക്യാൻ പ്ലേസ് ദാറ്റ് ഡൈനിങ് ടേബിൾ ദേ. ഇത് ലെങ്ത് വൈസ് 5 ആണ്, വിഡ്ത്ത് വൈസ് 3 ആണ്. 5/3 ടേബിൾ. ഓക്കെ.